ലേൺസ് ഹിയർ SSLCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ കറക്റ്റ് ടൈമിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ ഇടയിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടാൻ മറക്കാതിരിക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മളിടുന്ന വീഡിയോയുടെ കറക്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ടാൻജൻറ്റ് വരയ്ക്കാൻ പോവുക. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm. മാർക്ക് എ പോയിൻറ്റ് 6.5 cm away ഫ്രം ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ഡ്രോ ടാൻജൻസ് ഫ്രം ദിസ് പോയിൻറ്റ് ടു ദി സർക്കിൾ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിത് വരയ്ക്കാൻ പോവുകയാണേ. ആദ്യം തന്നെ നമ്മൾ സ്കെയിലിൽ 3 cm എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കാൻ പോവാം. റേഡിയസ് വച്ചിട്ടുള്ള സർക്കിൾ ഒരെണ്ണം വരയ്ക്കാൻ പോവാണ്. ഇനി നമ്മൾ 6.5 cm ആണ് മൊത്തം. ആ റേഡിയസ് മാത്രം 3 cm ആണ്. അത് നമ്മളങ്ങനെ നീട്ടി വരയ്ക്കാം. കണ്ടോ, 6.5 cm ഉണ്ട്. കറക്റ്റായിട്ട് 6.5 cm എടുക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഒരു മിനിറ്റ് നീക്കി വരയ്ക്ക് കുറച്ചുകൂടി ഉണ്ട്. 0.5 കൂടി എത്താനുണ്ട്. 6.5 തന്നെ എടുക്കണം കേട്ടോ. കറക്റ്റായിട്ട് 6.5 തന്നെ എടുക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പകുതി കൂടുതലെടുത്തിട്ട് ആർക്ക് വരയ്ക്കണം. രണ്ട് സൈഡിലേക്ക് നമ്മൾ ആർക്ക് മുകളിലേക്കും വരയ്ക്കണം, താഴേക്കും വരയ്ക്കണം. ഇത് ആർക്ക് വരയ്ക്കുമ്പോൾ പകുതി കൂടുതൽ എടുക്കാനായിട്ട് മറന്നു പോകരുത്. കറക്റ്റ് പകുതിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കറക്റ്റ് കിട്ടില്ല കേട്ടോ. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കുകളുടെ മിഡ് പോയിൻറ്റുകൾ തമ്മിൽ സ്കെയിൽ വെച്ചിട്ട് യോജിപ്പിക്കുക. ഈ നമ്മളിത് യോജിപ്പിക്കുമ്പോൾ കുറച്ചും കൂടി മുകളിലേക്കും താഴേക്കും ഇറങ്ങി ലൈൻ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് ടാൻജൻറ്റ് വരയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ ആർക്ക് വരയ്ക്കാൻ പോവാണ് കേട്ടോ. ശ്രദ്ധിച്ചോളൂ. ആ പോയിന്റിൽ കുത്തിയിട്ട് ആർക്ക് എടുക്കണം. ഇനി നമ്മൾ സ്കെയിൽ വച്ചിട്ട് യോജിപ്പിക്കണം. യോജിപ്പിക്കുന്നത് കറക്റ്റായിട്ട് നമ്മളുടെ ആ സർക്കിളിനകത്തേക്ക് ടച്ച് ചെയ്യണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ടച്ച് ചെയ്യുന്ന രീതി തന്നെ വേണം വരയ്ക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വരച്ചതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ കറക്റ്റായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ആ നമ്മുടെ 3 cm എന്നുള്ളത് നമ്മൾ ആ ഒരു ചെറിയ അറിയാലോ, റേഡിയസാണ് 3 cm. ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള ആ ലൈനിൻ്റെ ഫുൾ ലെങ്ത്താണ് 6.5 cm. അത് നിങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.